കളങ്കാവൽ സിനിമയിൽ അതിൻ്റെ ക്ലൈമാക്സ് സീനിൽ ഒരു 4-5 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ഒരു ഷോട്ടുണ്ട്. മമ്മൂട്ടി എന്ന് പറയുന്ന അഭിനേതാവിൻ്റെ ബ്രില്യൻസ്, അദ്ദേഹം എത്ര ഡീറ്റെയിൽ ആയിട്ടാണ് ഓരോ ക്യാരക്ടറും ചെയ്യുന്നത്. എന്തുകൊണ്ട് അദ്ദേഹം 10-40 വർഷമായിട്ട് ഇങ്ങനെ കത്തി നിൽക്കുന്നു, അത് നമുക്ക് കൃത്യമായിട്ട് ബോധ്യമാവും ആ ഒരു ചെറിയൊരു ഷോട്ടിലുള്ള അദ്ദേഹം കാണിക്കുന്ന സൂക്ഷ്മത. ആ സീൻ ഇങ്ങനെയാണ്: വിനായകൻ ചെയ്യുന്ന പോലീസ് കഥാപാത്രം മമ്മൂട്ടിയെ ഒരു സീരിയൽ കില്ലറായിട്ട് അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു എന്ന് മമ്മൂട്ടിക്ക് മനസ്സിലാവുന്ന ഒരു സീനാണ്. മമ്മൂട്ടി ഒരു സ്ത്രീയായിട്ട് ഹോട്ടലിൽ പതിവ് പോലെ ഒരു കൊലയ്ക്കുള്ള പ്ലാൻ ചെയ്ത് അവിടെ വരുന്നു. പക്ഷേ ആ സീനിലോട്ട് അപ്രത്യക്ഷമായിട്ട് പോലീസ് കഥാപാത്രം ചെയ്യുന്ന വിനായകൻ കയറി വരുന്നു. അപ്പോൾ തന്നെ മമ്മൂട്ടിക്ക് ഒരു സംശയം വരുന്നുണ്ട്. ആ സമയത്തൊക്കെ കൊടുക്കുന്ന എക്സ്പ്രഷനൊക്കെ ഗംഭീരമാണ്. അത് കഴിഞ്ഞിട്ട് അവരുടെ ഒരു സസ്പെക്റ്റിന്റെ ഒരു രേഖാചിത്രമുണ്ട്. അത് മറ്റൊരു പോലീസുകാരൻ്റെതായിരുന്നു. പക്ഷേ ആ സീനിൽ വിനായകൻ ആ പഴയ ചിത്രമാണെന്നുള്ള വ്യാജേന ഒരു ചിത്രം മമ്മൂട്ടി ഏൽപ്പിക്കുന്നുണ്ട്. സിനിമ കണ്ടവർക്കറിയാം. മമ്മൂട്ടി അതും വാങ്ങി തിരിച്ചു നടക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ മമ്മൂട്ടിയുടെ ഒരു ഇഷ്ടപ്പെട്ട പാട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. അവിടെ മമ്മൂട്ടിക്ക് എന്തോ പന്തികേട് തോന്നിയിട്ട് മമ്മൂട്ടി അവിടെ നിന്നിട്ട് ഈ കയ്യിൽ കൊടുത്ത ചിത്രം നിവർത്തുന്ന ആ ഒരു ഷോട്ടിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് പുറകുന്നാണ് അത് എടുത്തിരിക്കുന്ന ആ ഷോട്ട്. മമ്മൂട്ടിയുടെ ബോഡി ലാംഗ്വേജോ ഫേസ് എക്സ്പ്രഷനോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. ജസ്റ്റ് കൈയും വിരലുകൾ മാത്രമാണ്. ആ പേപ്പർ നിവർത്തുന്ന ആ ഒരു ഷോട്ടിൽ സാധാരണഗതിയിൽ നമുക്ക് അതങ്ങനെ നിവർത്താം. പക്ഷേ അദ്ദേഹത്തിന്റെ ആ പരിഭ്രമവും പിടിക്കപ്പെട്ടതിലുള്ള ആ എല്ലാ ഭയവും പരിഭ്രമവും ആ കൈയുടെയും വിരലുകളുടെയും ചലനത്തിലും ആ പേപ്പർ നിവർത്തുന്നതിലും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. സിനിമ കണ്ടവർ പോലും പലപ്പോഴും അത് ശ്രദ്ധിക്കില്ല. അതൊന്നുകൂടെ കണ്ടു നോക്കും. ഒരു ആക്ടർ എന്ന നിലയിൽ അദ്ദേഹം എത്ര സൂക്ഷ്മതയോടെയാണ് അത് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. സ്റ്റാൻലി സാർ നാളെ ഫ്രീ ആണോ? നാളെ ഉച്ച കഴിഞ്ഞ് ഫ്രീ ആണ് സാറേ. ഓ, ഫ്രീ ആകുമ്പോ വിളിക്കേ. നമുക്ക് ഒരുമിച്ച് അവനെ തപ്പാ. എന്നാ പിന്നെ ഞാൻ റൂമിലോട്ട് ചെല്ലട്ടെ സാറേ. ഇങ്ങനെ ഒരു വെട്ട് കേസാണ്. ഓ ശരി, നാളെ വിളിക്കണേ. സാറേ, സാറിന്റെ കയ്യിൽ ആ വരച്ചതിന്റെ കോപ്പി അതിൽ ഇരിപ്പുണ്ടോ? ഇല്ല സാറേ, അതൊന്നും എടുത്തിട്ടില്ല. എന്നാ ഈ കോപ്പി വെച്ചോ.